ബി ജെ പിയിലേക്ക് പോയ കോൺഗ്രസിന്റെ നേതാവായിരുന്ന പത്മജ വേണുഗോപാലിന് ചില പരിഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അർഹതപ്പെട്ട സ്ഥാനം കൊടുത്താൽ കോൺഗ്രസിലേക്ക് വരികയും കോൺഗ്രസിന് വനിതാ നേതാക്കളിൽ ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വനിതാ നേതാക്കളുടെ വലിയ അഭാവമുണ്ട്. ഉള്ള നേതാക്കളിൽ പലരും ജനകീയരല്ല എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയെ പോലുള്ള നേതാക്കൾ ഒക്കെ കുറച്ചധികം ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും വലിയ മതിപ്പ് തോന്നിക്കുന്ന പല നേതാക്കളും ഇല്ല. ഷാനിമോൾ ഉസ്മാൻ 2019 ഉപതെരഞ്ഞെടുപ്പിൽ അരൂർ മണ്ഡലത്തിൽ നിന്നും 2000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചുവെങ്കിലും ആ മണ്ഡലം നിലനിർത്താൻ 2021 കഴിഞ്ഞില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ വനിതാ നേതാക്കളായി ഉമാ തോമസ് മാത്രമാണ് MLA ആയി ഉള്ളത്. അതല്ലാതെ UDFന്റെ ടിക്കറ്റിൽ നിന്ന് ജയിച്ചത് RMPയുടെ നേതാവായ KK രമ മാത്രമാണ്. അവിടെയാണ് കോൺഗ്രസിന് വനിതാ നേതാക്കളുടെ വലിയ അഭാവമുള്ളത്. BJP നേതൃത്വത്തിനാണെങ്കിൽ വനിതാ നേതാക്കൾ നിരവധിയാണ്. മാത്രമല്ല, ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ വലിയ രീതിയിൽ പ്രവർത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിൽ പോയാൽ അത്തരത്തിൽ കോൺഗ്രസിലെ ജനകീയ മുഖമായി ഒരു വനിതാ നേതാവിനെ എടുത്തു പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരാജയമായി തന്നെ കണക്കാക്കേണ്ടതായുണ്ട്. അതുകൊണ്ടാണ് KPCC നേതൃത്വം ഇതുപോലെ ടാലന്റ് ഹണ്ട് എന്ന രീതിയിൽ കൃത്യമായും വനിതാ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാം, 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആ ക്യാബിനറ്റിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അഥവാ UDF ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രി എന്ന് പറയുന്നത് PK ജയലക്ഷ്മി ആയിരുന്നു. മാനന്തവാടിയിൽ നിന്നും 12,734 വോട്ടുകൾക്ക് അന്ന് വിജയിച്ച PK ജയലക്ഷ്മി ആ ഒരൊറ്റ തവണ മാത്രമാണ് MLAയും മന്ത്രിയും ഒക്കെ ആയത്. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ കേളുവിനോട് പരാജയപ്പെട്ടു. അതുമാത്രമല്ല, അവർക്ക് ആ മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം നടത്താൻ തുടർന്നും കഴിഞ്ഞില്ല. അതിനുള്ള പിന്തുണയും കൊടുത്തില്ല. അവർക്ക് കാര്യമായ രീതിയിലുള്ള പിന്തുണ പിന്നീടുള്ള കാലങ്ങളിൽ കിട്ടിയിട്ടില്ല. രമ്യ ഹരിദാസിനെ പോലുള്ളവർ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അവർ ആ മണ്ഡലം നിലനിർത്തുന്നില്ല എന്നുള്ളതും കോൺഗ്രസിന് ഒരു അപജയമായി തോന്നുന്നുണ്ട്. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ കാര്യം നോക്കൂ. സരീഖയെ പോലെ, അതല്ലെങ്കിൽ കായംകുളം MLA ആയ പ്രതിഭയെ പോലെ നിരവധിയായ വനിതാ നേതാക്കൾ അവർക്കുണ്ട്. പക്ഷേ അവരിലും പല നേതാക്കൾ, ശൈലജ ആയിക്കോട്ടെ, പല നേതാക്കളും ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലേക്ക് ശോഭിക്കാൻ CPIM ഒരു പരിധിവരെ സമ്മതിക്കുന്നുള്ളൂ എങ്കിൽ പോലും താരതമ്യപ്പെടുത്തുമ്പോൾ അവർക്ക് മൈലേജ് കൂടുതലാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനവുമായി ഉടക്കി പിരിയുന്നവർ അവരെ തിരികെ കൊണ്ടുവരികയും അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കരുണാകരനെ പോലെ ഊർജ്ജസ്വലനായ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടുകളിൽ ഒന്നായിട്ടുള്ള ഒരു നേതാവിൻ്റെ മകളെ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നാൽ അവരുടെ മനോവിഷമം പരിഗണിക്കണമെന്ന ആവശ്യം തന്നെയാണ് K. സുധാകരന് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്.